ഞാനിങ്ങനെ പറഞ്ഞപ്പോ നിങ്ങക്ക് സഹിക്കാൻ പറ്റിയില്ല അല്ലേ? അപ്പോ ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കണ്ട കാഴ്ചയോ അത് ഞാൻ സഹിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഒരിക്കലും അല്ല. താൻ ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. കൊള്ളാം. ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഇപ്പോഴും ഒരു പശ്ചാത്താപവും ഇല്ല. സത്യം പറയാൻ നിങ്ങൾ തയ്യാറുമല്ല. എന്റെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി മാത്രം കുറച്ച് സമയം വേണമെന്ന് പറയുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ഇങ്ങനെ അധിക ദിവസം മുന്നോട്ട് പോവാൻ എന്നെ കൊണ്ട് പറ്റില്ല. സത്യം എന്നോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും. തന്റെ ചോദ്യത്തിനുള്ള എല്ലാ ഉത്തരങ്ങളും എന്റെ മനസ്സിലുണ്ട്. പക്ഷേ ഇപ്പൊ ഞാനത് പറഞ്ഞ താനത് വിശ്വസിക്കില്ല. കുറച്ച് സമയം വേണം, അത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. എന്തിനാണ് സമയം? ഇപ്പൊ തന്നെ പറയേ. അവൾക്ക് നിങ്ങൾക്കിടയിൽ എന്തോ ദൃഢമായിട്ടുള്ള ബന്ധമുണ്ടെന്ന് എനിക്ക് ഉറപ്പാ. അതെന്താന്ന് നിങ്ങൾ എന്നോട് തുറന്നു പറഞ്ഞാൽ മാത്രം മതി. പറ്റുന്നില്ല അല്ലേ? എന്റെ ഉള്ളില് ഞാൻ അടക്കി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, കൊടുത്തുപോയ ചില വാക്കുകളുണ്ട്. എന്നെക്കാളും നമ്മുടെ കുഞ്ഞിനേക്കാളും വലുതാണോ നിങ്ങൾ ആർക്കോ കൊടുത്തൊരു വാക്ക്? ഈ ചോദ്യത്തിന് എനിക്ക് മറുപടിയില്ല. പക്ഷേ അതൊന്നും തെറ്റിക്കാൻ കഴിയാത്തതുകൊണ്ടാ എനിക്കത് തന്നോട് പറയാൻ സാധിക്കാത്തത്. അല്ലാതെ ഞാൻ തന്നെ വഞ്ചിച്ചിട്ടില്ല. തന്നെ ചതിച്ചിട്ട് മറ്റൊരു സ്ത്രീയുടെ കൂടെ ഞാൻ പോകുന്നത് തനിക്ക് തോന്നുന്നുണ്ടോ? താനല്ലാതെ മറ്റൊരു പെണ്ണിന് എന്റെ മനസ്സിലിടമുണ്ടോ? ഞാൻ അത്രയ്ക്ക് ദുഷ്ടനാണെന്നാണ് താൻ വിചാരിക്കുന്നത്? എനിക്ക് തന്നോട് പറയാൻ എത്ര മാത്രമേ ഉള്ളൂ. തനിക്ക് എന്ത് വേണമെങ്കിലും തീരുമാനമെടുക്കാം. ഒരിത്തിരി സമയം, മാക്സിമം ഇന്നത്തെ താലികെട്ട് ചടങ്ങ് കഴിയുന്നവരെങ്കിലും മാത്രം. അത് കഴിയുമ്പോ തന്റെ എല്ലാ ചോദ്യത്തിനും ഉത്തരം കിട്ടും. ഞാനാ പറയുന്നേ. ഈ ഒരു പ്രാവശ്യത്തേക്കെങ്കിലും ഞാൻ പറയുന്നത് താനെന്ന് വിശ്വസിക്കും. നമ്മുടെ കുഞ്ഞുമോളാണ് സത്യം. ഇനിയധികം വൈകില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നോട് പറയാം. ഇതിനേക്കാൾ വലിയൊരു സത്യവും എനിക്ക് തന്നോട് പറയാനില്ല. ജ്യൂസ് മാത്രമേ ഉള്ളോ? സദ്യ ഒന്നുമില്ലേ? ആ, സദ്യയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ, കല്യാണം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും സദ്യ ഇവിടെ സെറ്റായി. ആയിക്കോട്ടെ. ഇന്ന് കല്യാണമായിട്ടെ ഞങ്ങൾക്ക് കഷ്ടപ്പെടാൻ വയ്യ. അതുകൊണ്ടാ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്തേ. ഓ, രണ്ടാമതൊരു താലി കെട്ടുന്ന ചടങ്ങാണെങ്കിലും കല്യാണം കല്യാണം തന്നെയല്ലേ? ആ അതെ, ഞങ്ങൾക്ക് ഒന്ന് ഒരുങ്ങി സുന്ദരിമാരായി നടക്കണ്ടേ? അല്ല, ഇവിടെ ഇങ്ങനെ നിന്നാ മതിയോ? അർച്ചനടുത്ത് ഒരുക്കണ്ടേ? അമ്പലത്തിൽ പോയി ഒരു താലി കിട്ടുന്നതിന് ഇത്ര ഒരുക്കേണ്ട കാര്യം എന്താ? അനുപേട്ട, ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും കയറി തലയിടാൻ നിക്കണ്ട കേട്ടോ. ഒരുങ്ങുന്നതും ഒരുക്കുന്നതും ഒക്കെ ഞങ്ങള് പെണ്ണുങ്ങളുടെ കാര്യ. ഓ ഓ ഓ, ആയിക്കോട്ടെ. ഞങ്ങൾക്കൊരു ചാൻസ് ഇപ്പോഴേ കിട്ടുള്ളൂ. ആ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. എടാ, അവരുടെ ഒരു ആഗ്രഹമല്ലേ, നടക്കട്ടെന്നേ. അത് ശരിയാ. ഇന്നത്തെ കാര്യം നമ്മൾ ഇവർക്കങ്ങ് വിട്ടുകൊടുത്തേക്കാം. ഒന്നിനും ഒരു കുറവും വരരുതല്ലോ. ആ, അച്ഛന്റെ ആറ്റിറ്റ്യൂഡ് നോക്ക്. നിങ്ങൾ രണ്ടുപേരും ഇത് കണ്ടുപഠിക്കണം. നിങ്ങൾ രണ്ടുപേരും കൂടി ചെന്ന് സച്ചേട്ടനെ ഒരുക്കാൻ നോക്കിയേ. ചെല്ല്.
ഓ ഇവളുടെ ഒരു കാര്യം. ഭാനുവേ, ഇനി നമ്മൾ ചെന്ന് ഒരുക്കാത്തത് കൊണ്ട് കല്യാണം നടന്നില്ല എന്ന് വേണ്ട. വാ. ചെല്ലടാ. ആ ഫോട്ടോഗ്രാഫർ പോയോ? ആ അയാളിനെ അമ്പലത്തിലേക്ക് എത്തും. എന്തു പറ്റി? അയാളോട് ചില കാര്യങ്ങൾ പറഞ്ഞു ഏൽപ്പിക്കാനുണ്ട്. അല്ലാതെ പിന്നെ കല്യാണം ആദ്യത്തെ ആയാലും രണ്ടാമത്തെ ആയാലും ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. ആ ദേ ചേച്ചി, ഞാനൊരു കാര്യം പറയാം. എല്ലാ പിണക്കവും ഇന്നത്തോടെ തീർത്തേക്കണം. ഇനി സച്ചേട്ടനെ വിഷമിപ്പിക്കരുത്. വിഷമിപ്പിച്ചത് ഞാനല്ലല്ലോ. ദേ പെണ്ണെ, മര്യാദയ്ക്ക് നിന്റെ പഴയ സ്വഭാവം മാറ്റിക്കോണം. ആ നോക്കി, എല്ലാരും നല്ല സന്തോഷത്തില. അതെന്റെ മോളായിട്ട് ഇല്ലതാക്കരുത് കേട്ടോ. ഇതാ നോക്കി, സച്ചിയോടുള്ള നിന്റെ എല്ലാ പിണക്കവും ഇന്നത്തോടെ പറഞ്ഞു തീർത്തേക്കണം. അതിന് ഞങ്ങൾക്കിടയിൽ അങ്ങനെ സ്ഥിരമായിട്ട് പിണക്കൊന്നുമില്ല. ഓ, ചില കാര്യങ്ങൾക്ക് എനിക്ക് ഉത്തരം കിട്ടാനുണ്ടായിരുന്നു. കൺവീൻസിംഗ് ആയ ഉത്തരം ഇന്ന് പറയാമെന്ന് സച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കത് മതി. അല്ല, അപ്പൊ ഇന്നത്തോടെ എല്ലാ പ്രശ്നവും അങ്ങ് തീരുവോ? തീരും.